ഒരു ഷോപ്പിൽ ജോലിക്ക് പോയ രണ്ട് കൂട്ടുകാരികൾ. അവർക്ക് വിചിത്രമായ ചില കാര്യങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത്. മാഡം, എൻ്റെ പേര് അഞ്ജന. 28 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷമായി. കുട്ടികൾ ആയിട്ടില്ല. ഭർത്താവ് ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. നേരത്തെ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് അമ്മായിമ്മേനോട് വഴക്കാരംഭിച്ചു. സത്യം പറഞ്ഞാൽ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഭർത്താവിനാണ് ചെറിയ പ്രോബ്ലം. അത് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ സമാധാനമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറുകയായിരുന്നു. കുറച്ച് നാളൊക്കെ തനിയെ ഞാൻ വീട്ടിലിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ബോറടിക്കാൻ തുടങ്ങി. ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു, എനിക്കും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാമായിരുന്നുവെന്ന്. പുള്ളി പറഞ്ഞു, നിനക്ക് പറ്റിയൊരു പണി കണ്ടെത്താൻ പറ്റുന്നില്ല. എനിക്ക് കംഫർട്ടബിളായി തോന്നുന്ന ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിടുവെന്ന്. ഞങ്ങളുടെ വീടിനടുത്ത് പല ചേച്ചിമാരും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ടൗണിൽ. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, എനിക്കെന്തെങ്കിലും വേക്കൻസി കണ്ടു കഴിഞ്ഞാൽ പറയണേന്ന്. പറയാം മോളെ എന്ന് പറഞ്ഞു. പിന്നെ ചില കടകളിലൊന്നും പോകുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മഞ്ജു ചേച്ചി, എൻ്റെ വീടിനടുത്തുള്ളതാണ്, ചേച്ചി ഒരു കടയിൽ ജോലിക്ക് നിൽക്കുന്നുണ്ട്. പക്ഷേ സാലറി വളരെ കുറവാണ്. പുതിയൊരു ജോലിക്ക് വേണ്ടി എപ്പോഴും ശ്രമിക്കുന്നു. കൂട്ടത്തിൽ നിനക്ക് ശ്രമിക്കാമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചേച്ചി എന്നോട് വന്ന് പറഞ്ഞു, എടി, ടൗണിൽ പുതിയൊരു മാള് തുടങ്ങുന്നുണ്ട്. അവിടെ ഒരു ഷോപ്പ്, അതും ഫുഡ് ഷോപ്പാണ്. അവിടെ ചെറുപ്പക്കാരാണ് അതിൻ്റെ ഓണേഴ്സൊക്കെ. അവർക്ക് 2 വേക്കൻസി ഉണ്ട്. ബാക്കിയെല്ലാം ഫില്ലായി. എന്താ ചേച്ചി ജോലി? എടി, അവർ പറഞ്ഞത് വാഷ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. അവർ ഇറച്ചിയൊക്കെ കട്ട് ചെയ്ത് തരും. അത് മസാല പുരട്ടി നമ്മൾ പ്രത്യേക സ്റ്റോറിൽ വെക്കുക. സ്റ്റോറിലോ? അവർക്ക് ഫ്രിഡ്ജ് പോലെ എന്തോ ഉണ്ട്. വറക്കാനും പൊരിക്കാനും ഉള്ളതൊക്കെ പ്രത്യേക മസാലകളാണ്. അത് നമ്മൾ കൂട്ടിക്കൊടുക്കുക, അത്രേ ഉള്ളൂ. ഗ്ലൗസ് ഇട്ടുകൊണ്ട്. തൽക്കാലം 15 രൂപ സാലറി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം 20,000 ഒക്കെ ആക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അത് കൊള്ളാം ചേച്ചി, നമുക്ക് 2 പേർക്കും കൂടി ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോയത്. 2 ചെറുപ്പക്കാരാണ് അത് തുടങ്ങിയത്. കണ്ടാൽ നല്ല 2 സുന്ദരന്മാർ. അവർ 2 പേരും കല്യാണം കഴിച്ചൊന്നുമല്ല. 2 ജിമ്മന്മാരാണ്. ഞാനും ചേച്ചിയും അത് കണ്ട്, ഓ, ഇവർ ഞങ്ങളെ തിരഞ്ഞൊന്നും എടുക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അവർ 2 പേരും കൂടി ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ 2 പേരും സൗന്ദര്യമുള്ള ആൾക്കാരാണ്. പക്ഷേ നാടൻ സ്ത്രീകളെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ മാളിൽ വരവേൽപ്പ് കിട്ടില്ല. അതിന് ഞങ്ങൾ കിച്ചണല്ലേ സാറേ എന്ന് മഞ്ജു ചേച്ചി ചോദിച്ചു. അതിപ്പോൾ ഒരാൾ ലീവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നല്ല സ്റ്റൈലായിട്ട് വരണം. ലിപ്സ്റ്റിക്കൊക്കെ ഇവിടെ വരുമ്പോൾ ഇടേണ്ടി വരും. അതിന് തയ്യാറാണെന്ന് ചോദിച്ചു. ഞാനും മഞ്ജു ചേച്ചിയും ഇതുവരെ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. ഞങ്ങൾ 2 പേരും മുഖത്തോട് മുഖം നോക്കി തലയാട്ടി ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ചേച്ചി പറഞ്ഞിടി, നമ്മളിങ്ങനെ കിട്ടുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും? ചേച്ചി, നമുക്കവിടെ പോയിട്ട് ലിപ്സ്റ്റിക് ഇടാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ആ ജോലി ഏറ്റെടുത്തത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് സെർവ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വരേണ്ടി വരും. പിന്നെ കിച്ചണിലെ ജോലിയും വാഷിങ്ങൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതിന് വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ സുഖകരമായ ജോലിയെന്ന് വേണമെങ്കിൽ പറയാം. സാലറിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതിനിടയ്ക്കാണ് 10-23 വയസ്സുള്ള ഒരു പെൺകുട്ടി സൂപ്പർവൈസറായിട്ട് വന്നത്. അവളെ കാണാൻ അതീവ സുന്ദരിയാണ്. അതുമാത്രമല്ല, നല്ല മോഡലിനെ പോലെയുള്ള ശരീരമാണ്. അവളാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇനി നോക്കി നടത്തുക. ഓണേഴ്സ് ഇനി എല്ലാ ദിവസവും നോക്കാനൊന്നും വരില്ലെന്നും ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ മഞ്ജു ചേച്ചിക്ക് അവളെ ഒട്ടും ഇഷ്ടമായില്ല. ഇവളെന്താ പെട്ടെന്ന് വന്ന് എല്ലാം അങ്ങ് ഏറ്റെടുത്തത്? ആണുങ്ങളായിരുന്നപ്പോൾ ഒരു സമാധാനമുണ്ടായിരുന്നു. പെണ്ണുങ്ങൾക്ക് തന്നെ പാരയാണ്, ഭരിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അസ്വസ്ഥയായി. ഞാൻ പറഞ്ഞ സാരമില്ല, അവളെ നമുക്ക് സോപ്പിട്ട് നിർത്താം ചേച്ചി. ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും മഞ്ജു ചേച്ചി നീനോട് ചോദിച്ചു, അല്ല മോളെ, നീ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് സൂപ്പർവൈസറായത്? നേരത്തെ ഏതെങ്കിലും കടകളിലോ മാളുകളിലോ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഏയ്, ഞാൻ അങ്ങനെയൊന്നും വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിനക്ക് ഈ ജോലി കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞത് കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. അത് പിന്നെ ചേച്ചിമാരെ, ഓണേഴ്സ് എന്ന് പറയുമ്പോൾ 2 ചുള്ളന്മാരല്ലേ? ഞാൻ പോയി ഒന്ന് കണ്ണ് കാണിച്ചു. അവരങ്ങ് വീണു. സത്യം പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടലൊക്കെ ജോലി ചെയ്ത ആൾക്കാർ അവിടെ ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. എനിക്ക് കിട്ടില്ലെന്ന് മനസ്സിലായി. എവിടെ വെച്ചാണ് അതിന് ഇൻ്റർവ്യൂ ചെയ്തത്? അത് ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അത് അവരുടെ പ്രൊഫൈൽ വഴിയാണ് എനിക്ക് കിട്ടിയത്. അതിലവർ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരുന്നു. എന്നിട്ട് നിനക്കെങ്ങനെ ജോലി കിട്ടിയത്? ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറേ പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളെ മാത്രമായിട്ടാണോ സൂപ്പർവൈസറായിട്ട് അവർ പറഞ്ഞത്? അതെ ചേച്ചി. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും
ധാരാളം പെണ്ണുങ്ങളുണ്ട്, അവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസുമുണ്ട്. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ ഞാനാണ് സുന്ദരിയെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ ഞാൻ ഒരു ട്രിക്ക് അങ്ങിട്ടു. അവിടെ ചെന്ന് ഞാൻ കുഴഞ്ഞാടി. എനിക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തുറന്നങ്ങ് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, എന്തും അഡ്ജസ്റ്റ് ചെയ്ത് ബിസിനസ് വികസിപ്പിച്ചെടുക്കുക, വിജയിപ്പിച്ചെടുക്കുക എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊഞ്ചിക്കൊഴഞ്ഞു പറഞ്ഞു. അവർ രണ്ടുപേരും കണ്ണിൽ നോക്കി. അവിവാഹിതയായി ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അവർക്കാദ്യം അത്ഭുതമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. എന്തിനും റെഡിയാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പൊന്നുമോളെ, ഇത്രയും ചെറുപ്പമായി നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ചേച്ചി, ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ കാലത്തെ പോലെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറാകണം. എന്നാലും മോളെ, എന്നിട്ട് നീ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റാ ഇങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ? 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ അതേ ഹോട്ടലിലേക്ക് എന്നെ വിളിച്ചു. അതിനു മുമ്പ് പറഞ്ഞു, സെലക്ട് ചെയ്തിട്ടുണ്ട്, എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞല്ലോ, അത് ഒന്ന് തെളിയിക്കാനുള്ള അവസരത്തിന് വേണ്ടി വിളിക്കുകയാണെന്ന്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. കുളിച്ചു ഒരുങ്ങി ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. അവർ 2 പേരില്ലേ മോളെ, നിനക്ക് പേടിയില്ലായിരുന്നു? ഓ, എനിക്കെന്ത് പേടി, ഒരു പേടിയില്ല. അപ്പോൾ നിനക്ക് ഇതൊന്നും ആദ്യമല്ലേ? നേരത്തെ ഞാൻ ചെറിയൊരു കടയിൽ ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് നിനക്ക് ഈ ധൈര്യം വന്നത്? അതെ, എൻ്റെ ചേച്ചിയുടെ ഭർത്താവുണ്ട്. കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ചേട്ടനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ചേച്ചി ഭയങ്കര പൊസസീവ്നെസ്സാണ്. ഞാൻ പലതവണ ട്രൈ ചെയ്തു, അങ്ങേറ്റ സൗന്ദര്യം കൊണ്ട് തന്നെയാണ്. പക്ഷേ പുള്ളിക്ക് എന്നോട് താല്പര്യമുണ്ടെങ്കിലും അടുക്കാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് ഏകദേശം 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് വിശേഷമുണ്ടായത്. അതുവരെ ചേട്ടൻ ഭയങ്കര ബിസിയായിരുന്നു. എന്ന് വെച്ചാൽ ചേച്ചി ബിസിയാക്കി വെച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് റിലാക്സായി. പിന്നെ ഞാനന്ന് സെക്കൻഡറി പഠിക്കുകയാണ്, ഡിഗ്രിക്ക്. അപ്പോഴാണ് എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയത്. ഞാൻ ഫോണിൽ കൂടി മെസ്സേജ് അയച്ചു, കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. അല്ലെങ്കിലും സ്ത്രീകൾ പതിയിരിക്കുന്ന സമയമാണല്ലോ, പുരുഷന്മാരുടെ ഭാര്യമാർ വിശേഷത്തിലേക്ക് പോകുന്ന ദിവസങ്ങൾ. അങ്ങനെ ആ സമയത്ത് എൻ്റെ ആഗ്രഹം നടന്നു. സത്യം പറഞ്ഞാൽ സൗന്ദര്യമുള്ള അങ്ങേരെ സ്വന്തമാക്കണമെന്ന് എൻ്റെ ഒരു വാശിയായിരുന്നു. അത് ആ സമയത്ത് നല്ലവണ്ണം നടന്നു കിട്ടി. പിന്നെ എനിക്കിഷ്ടമുണ്ട്. ചേട്ടൻ്റെ ഫീച്ചേഴ്സൊക്കെ എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ആദ്യമായി ഇഷ്ടപ്പെട്ട പുരുഷനല്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പല സ്ഥലത്തും കറങ്ങി നടന്നു. പിന്നെ എനിക്ക് ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടുകൾ തോന്നിയെങ്കിലും പിന്നെ മനസ്സങ്ങ് വിശാലമായതുകൊണ്ട് എല്ലാം വിശാലമായതുപോലെ എനിക്കും തോന്നി. ഇഷ്ടമുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ മനുഷ്യർക്ക് ഒരിഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടം എനിക്കങ്ങ് കൂടി വന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ 2 ആണുങ്ങളെയല്ലേ, അവരെ മാനേജ് ചെയ്യാൻ ഒരു പാടുമില്ല. കാര്യം ഇവർ ഞാൻ നോക്കുമ്പോൾ അളന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ തട്ട് താഴെയാണ്, ചേട്ടന് തട്ട് മുകളിലാണ്. അങ്ങനെയുള്ള ചേട്ടനെ മാനേജ് ചെയ്ത് എനിക്കാണ് ഇവരെ മാനേജ് ചെയ്യാൻ പാട്. അപ്പോൾ ശരിക്കും അവർ ഇൻ്റർവ്യൂ നടത്തിയത് എന്തിനായിരുന്നു മോളെ? ഇങ്ങനെയുള്ള ഉദ്ദേശം കൊണ്ടായിരുന്നോ? അതെനിക്കറിയില്ല ചേച്ചി. ഞാനാണെങ്കിൽ അങ്ങോട്ട് കയറി പറഞ്ഞല്ലേ, അതുകൊണ്ട് എൻ്റെ ഉദ്ദേശമായിരുന്നു അവിടെ നടക്കേണ്ടിയിരുന്നത്. അവരതിൽ വീഴുകയും ചെയ്തു. എന്നിട്ട് അവിടെ പോയപ്പോൾ എന്താ സംഭവിക്കുക? അത് കൊള്ളാം, കല്യാണം കഴിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലേ അവിടെ എന്താ സംഭവിക്കാന്ന്? എന്നാലും നീ ഒന്ന് പറ മോളെ, നീ ഇവിടെ ചെന്നപ്പോൾ 2 പേരും ഉണ്ടായിരുന്നു? അതെ, 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ നീ എങ്ങനെ? അത് സാരമില്ല, ഒരാൾ പുറത്തു പോയി. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ആൾ എന്നെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ 3-4 മണിക്കൂറിനിടയിൽ എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് ജോയിൻ ചെയ്യാൻ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. എന്നാലും അവർ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നീ പറഞ്ഞില്ല. 2 പേരും നല്ല സുന്ദരന്മാരും ജിമ്മന്മാരുമാണല്ലോ. ആ ചേച്ചി, ഒരു കാര്യം ഞാൻ പറയാം. അതിൽ ഒന്ന് ഒരു കുരുവിക്കുഞ്ഞ്, പാവം കുരുവിയെപ്പോലെയാണ്. രണ്ടാമത്തേത് ഒരു പ്രാവ് എന്ന് വേണമെങ്കിൽ പറയാം. തമ്മിൽ ഭേദം ആ പ്രാവായിരുന്നു. പ്രാവും കുരുവിക്കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം ചേച്ചിമാർ 2 പേരും ഒന്ന് മനസ്സിൽ വിചാരിച്ച് നോക്കൂ. ആരാ മോളെ പ്രാവ്, ആരാ മോളെ കുരുവിക്കുഞ്ഞ്? അതിനുത്തരം ഞാൻ പറയുകയില്ല. കാര്യം നിങ്ങൾ 2 പേരും ലൈഫിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള സ്ത്രീകളാണ്. അവരിനി ആഴ്ചയിൽ 2-3 ദിവസം കൊണ്ട് വരുമല്ലോ. അതുമാത്രമല്ല, നിങ്ങൾ കുറേ ദിവസമായിട്ട് അവരെ കാണുകയല്ലേ. അപ്പം സസൂക്ഷ്മം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും കണ്ട എനിക്കൊന്നും മനസ്സിലാകില്ല.
അപ്പോൾ മഞ്ജു ചേച്ചി പറഞ്ഞു, ശരിയാ, എനിക്കും അറിയില്ല, ഞാനൊന്നും ശ്രദ്ധിക്കാറില്ലെന്ന്. അപ്പോൾ നീന പറഞ്ഞു, ആ ചേച്ചി നന്നായി ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചാൽ എല്ലാം മനസ്സിലാകും. ഭർത്താക്കന്മാരെ സ്നേഹിച്ചാൽ മാത്രം പോരാ, ആണുങ്ങളെ വായിൽ നോക്കിയാൽ മാത്രം പോരാ. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കണ്ടിട്ടില്ലേ, സ്ത്രീകളോട് ചോദിക്കുന്നത് നിങ്ങൾ പുരുഷന്മാരെ കാണുമ്പോൾ എന്താണ് ശ്രദ്ധിക്കുകയെന്ന്. ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം ചേച്ചി, എങ്കിലേ ഒരു ഉണർവ് വരൂ. അയ്യോ, ഞങ്ങൾ രണ്ടുപേരും വീട്ടമ്മമാരല്ലേ മോളെ. അപ്പോൾ അവൾ പറഞ്ഞു, വീട്ടമ്മമാരായാലും ഇനി നാട്ടിലെ അമ്മമാരാണെങ്കിലും നമുക്ക് സ്ത്രീകളുടെ യഥാർത്ഥ സ്വഭാവം വേണം. ഭർത്താവ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ചേച്ചി ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വളഞ്ഞു പുളഞ്ഞു പോകണം മോളെ. എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാലോ? അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഹോസ്പിറ്റലുകളില്ലേ? അല്ല മോളെ, ഇനിയിപ്പോൾ വീഡിയോ വല്ലതും എടുത്ത് പ്രശ്നമാക്കിയാലോ? അതിന് നേരത്തെ ആണുങ്ങളോട് പറയണം. എൻ്റെ വീഡിയോയോ എൻ്റെ ഫോട്ടോയോ എവിടെയെങ്കിലും ഇടുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന് നിയമപരമായിട്ട് ഞാൻ മുന്നേറുമെന്ന്. അപ്പോൾ അതോടുകൂടി അവന്മാരുടെ ഗ്യാസ് പോകും. ഒന്നും പ്രതികരിക്കാതിരിക്കുന്ന സ്ത്രീകളാണെന്ന് മനസ്സിലാകുമ്പോഴാണ് അവർ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. ഇനിയിപ്പം ആരെങ്കിലും പ്രേമിക്കുവാണെങ്കിലും അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ചേച്ചി ആദ്യമേ പറയണം. ഏതെങ്കിലും രീതിയിൽ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുത്തിട്ട് പിന്നീട് എന്തെങ്കിലും കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നടക്കും. ആ സമയത്ത് നിങ്ങൾ തന്നെ പ്രശ്നത്തിലാകുകയും ചെയ്യുമെന്ന് ആണുങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ അടങ്ങി ഒതുങ്ങിയിരുന്നോളും. പക്ഷേ നമ്മൾ ആദ്യമേ പോയി എന്താ പറഞ്ഞത്, ഞാൻ സർവം സഹായി നിന്നോളാമെന്ന്. അതോടുകൂടി അവന്മാർക്ക് പ്രശ്നങ്ങൾ വിളകും. അങ്ങനെയാകരുത് സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോയി. മഞ്ജു ചേച്ചി മൂക്കത്ത് വിരൽ വെച്ചു. ഇടി, ഇവളെ കണ്ടു കഴിഞ്ഞാൽ ഞാനൂലിനെ പോലെ ഇരിക്കുകയാണല്ലോ. നമ്മളൊക്കെ ഇത്രയും വർഷം എന്തിനാണ് ജീവിക്കുന്നത്? ചേച്ചി അവൾക്ക് ഈ പറഞ്ഞതുപോലെ 23 വയസ്സ്, ചേച്ചിക്ക് 33, എനിക്ക് ഇത്രയും വയസ്സ്. വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. അവൾ കണ്ട ലോകം തന്നെയാണ് നമ്മളും കണ്ടത്. പക്ഷേ നമ്മളെന്താ ചേച്ചി ഇങ്ങനെ ആയിപ്പോയത്? പിടിപ്പുകേട് അല്ലാതെന്താ. അവൾ വന്നത് പിന്നെ കച്ചവടം നല്ല ഉഷാറായി. എല്ലാവരോടും നന്നായി പെരുമാറും, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യും. മുതലാളിമാർ വരുമ്പോൾ അവർക്കും സന്തോഷം. പിന്നെ അവർ വരുമ്പോഴേക്കും ഇവളാണെങ്കിൽ ചിരിച്ച് സന്തോഷമായി അങ്ങ് ചെല്ലുകയല്ലേ. ഇവളുടെ ലാസ്യ നടനം കാണുമ്പോഴേക്കും അവരും മയങ്ങും. അവർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം മഞ്ജു ചേച്ചി എന്നോട് പറഞ്ഞു, എടി ഇവളില്ലേ ഇവിടെ വരുന്ന പല പെൺകുട്ടികളോട് സംസാരിക്കാറുണ്ട്, പ്രത്യേകിച്ച് പഠിക്കുന്ന പെൺകുട്ടികളോട്. കോളേജിലും അങ്ങനെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ധാരാളം പെൺകുട്ടികളോട് വരുന്നില്ലേ, അവരോടൊക്കെ ഇവൾ സംസാരിക്കും കൂടുതൽ നേരം. അതുമാത്രമല്ല ഇവളുടെ ഫോൺ നമ്പർ ആ പെൺപിള്ളേർക്ക് കൊടുക്കുകയും അവരുടെ ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്യും. ചേച്ചി അത് വല്ല ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇവക്ക് ഈ പറഞ്ഞതുപോലെ ജോലിയൊക്കെ കണ്ടെത്താൻ ഭയങ്കര ഉത്സാഹമാണല്ലോ. എന്നാലും എന്തിനാണെന്നറിയില്ല. അതിനെന്താ ചേച്ചി, നമുക്ക് നേരിട്ട് അവളോട് ചോദിക്കാമല്ലോ. അപ്പോൾ അവൾ കാര്യം പറഞ്ഞു. ചേച്ചി ഒരു ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവളോട് ചോദിച്ചു, മോളെ നീ ഇങ്ങനെ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിക്കുന്നത് എന്തിനാ? ഇവിടെ വല്ല ജോബിനും നീ അവർക്ക് സഹായം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ചുറ്റുപാട് നോക്കിയിട്ട് പറഞ്ഞു, യഥാർത്ഥ കാര്യം നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആരോടെങ്കിലും പറയുമോ? പിന്നെ നീ ആദ്യത്തെ കാര്യം പറഞ്ഞില്ലേ, അത് ഞങ്ങൾ ആരോടും പറഞ്ഞില്ലല്ലോ, അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് അവൾ നിസ്സാരമാക്കി. ഇവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ അറിയാമോ? പിന്നെ അറിയും, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നുമോളെ, നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? ചേച്ചി ജീവിതത്തിൽ പിടിച്ചു നിൽക്കണ്ടേ. നീ എന്തിനു നമ്പർ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞില്ല. നമ്പർ വാങ്ങിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അവളുമാർക്ക് പണം സമ്പാദിക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ നല്ല പെൺകുട്ടികളെ കാണുകയാണെന്നുണ്ടെങ്കിൽ പരിചയപ്പെടുത്തണം. നീ അവരുമായി കമ്പനി കൊള്ളണം. ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല പാരിതോഷികങ്ങൾ ഞങ്ങൾ കൊടുക്കുമെന്ന് ഈ ഓണേഴ്സ് രണ്ടുപേരും എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷം. ചെല്ലുന്ന പെൺകുട്ടിക്ക് നല്ലൊരു പ്രോഫിറ്റ്, നമുക്കും അത്യാവശ്യം പ്രോഫിറ്റ്. അങ്ങനെയല്ലേ? അതുകൊണ്ട് ഞാൻ പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും നമ്പർ വാങ്ങിക്കും. ചില ആൾക്കാരെ കാണുമ്പോഴറിയാമല്ലോ, ഇത്തിരി ഇളക്കമുള്ളവർ എന്നെപ്പോലെ. അപ്പോൾ അവരോട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും. ഇങ്ങനെയൊക്കെയുള്ള നല്ല സെറ്റപ്പുകളുണ്ട്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് പറയും. സത്യം പറയട്ടെ, 99% പെൺകുട്ടികളും അതിന് സമ്മതിക്കും. അവരും എന്നെപ്പോലെ മുന്നോട്ട് പോകാൻ ഒത്തിരി താല്പര്യമുള്ള പെൺകുട്ടികളാണ്, അല്ലാതെ നിങ്ങളെപ്പോലെ ഭർത്താക്കന്മാരെ നോക്കിയിരിക്കുന്ന സ്ത്രീകളല്ല എന്ന് പറഞ്ഞു. മഞ്ജു ചേച്ചിക്ക് നാവ് ചൊറിഞ്ഞു വന്നതാണ്. പക്ഷെ വല്ലതും പറയാൻ പറ്റുമോ? അവൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ഒരു സൂപ്പർവൈസറല്ലേ. അതുകൊണ്ട് ചേച്ചി അധികമൊന്നും മിണ്ടാതെ അടങ്ങിയിരുന്നു. ഇനി നിങ്ങൾ രണ്ടുപേരും ഇത്രയും ഇൻട്രസ്റ്റോടുകൂടി ചോദിക്കില്ലേ? അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് നിൽക്കൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എക്സ്ട്രാ വരുമാനം കിട്ടുന്ന ഒരു പാത ഞാൻ തെളിച്ചു തരാം.
അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അറിയാവുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന നല്ല മോഡേൺ പെൺകുട്ടികളെ അറിയാമെങ്കിൽ അതും പറയണം. അതിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഗുണം ഉണ്ടാകുമെന്ന്. ഞങ്ങൾ രണ്ടുപേരും അത് കേട്ട് കണ്ണിൽ നോക്കി. ഞങ്ങൾക്കാരെ അറിയില്ല, ഞങ്ങളുടെ അടുത്തെങ്ങും അങ്ങനെയുള്ള പെൺകുട്ടികളൊന്നുമില്ല. അപ്പോൾ അവൾ ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ആ എങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും സുന്ദരികളാണെന്ന് ഭാവിച്ച് നടക്കുന്ന ആൾക്കാരല്ലേ? അതെന്താ നമ്മളെ ഭാവിച്ച് നടക്കുന്നത്? ഞങ്ങൾ സുന്ദരികളല്ലേ? അതെ, സുന്ദരികളൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ അത്ര ചെറുപ്പക്കാരികളൊന്നും അല്ലെന്ന് ഓർക്കണം. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലെന്നും ഓർക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ കുരുവിക്കുഞ്ഞായ ഒരു മുതലാളിയും പ്രാവിൻ കുഞ്ഞായ ഒരു മുതലാളിയും കൂടെ നിങ്ങളുടെ സംരംഭത്തിന് തുടക്കം കുറിക്കട്ടെ. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ ആകും. അതിന് അവർക്ക് ഞങ്ങളോട് അങ്ങനെയുള്ള ഇഷ്ടങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഞാൻ വരുത്തി തീർക്കും. കാര്യം വെറൈറ്റി ഞാനിവിടെ അപ്ലൈ ചെയ്യും. വെറൈറ്റിയോ? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഞാൻ ഈ പറയുന്ന വെറൈറ്റിക്ക് നിങ്ങൾ 2 കൂട്ടുകാരികൾ തന്നെ ഉള്ളതാണ് നല്ലത്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ വ്യക്തമായി പറഞ്ഞു തന്നു. അതായത് ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാരികളാണല്ലോ, അതേപോലെ തന്നെ അവർ രണ്ടുപേരും കൂട്ടുകാരന്മാരുമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അവരുടെ അടുത്തേക്ക് ഞങ്ങൾ 2 പേരും കൂടി ചെല്ലുക. അപ്പോൾ ആകെ 4 പേരായല്ലോ. 4 പേരും കൂടെ ഒരുമിച്ച് അവിടെ ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കുമെന്ന് അവൾ പറഞ്ഞു. അത് കേട്ട് ഞെട്ടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പക്ഷേ അവൾ പറഞ്ഞു, ഇത് സക്സസ് ആകുമെന്ന് എനിക്കുറപ്പാണ്. നിങ്ങൾ 2 പേരും ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ട് രസിച്ചപ്പോൾ നിങ്ങൾക്കിതിലൊക്കെ നല്ല ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ ഡീലിന് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു സംരംഭം തുടങ്ങാം. അത് കഴിഞ്ഞ് വെറൈറ്റി ആയിട്ട് നിങ്ങൾ 2 പേരും കൂടി ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാം. ധാരാളം ആളുകളെ എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി കണ്ണിൽ പിന്നെയും നോക്കി. പക്ഷേ മഞ്ജു ചേച്ചിയുടെ കണ്ണിൽ നിറയെ സമ്മതഭാവമായിരുന്നു. അവൾ മാറിക്കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, എടി അവൾ പറഞ്ഞത് അനുസരിച്ചാൽ നമുക്ക് ഗുണങ്ങളെ ഉണ്ടാകുകയുള്ളൂ. വീട്ടിൽ ഭർത്താക്കന്മാരുണ്ട് എന്ന് വെച്ചിട്ട് നമ്മുടെ യൗവനം കഴിഞ്ഞിട്ടുമില്ല. നമുക്ക് 10 പണം ഉണ്ടാക്കാൻ ഈ ജോലി കൊണ്ട് പറ്റും എന്നവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ആഴത്തിൽ ഇറങ്ങി നടക്കണം എന്ന് പറഞ്ഞു. അതിന് ചേച്ചി ഈ ജോലി കൊണ്ടല്ലോ നമുക്ക് കിട്ടുന്നത്. എടി ഈ ജോലി മാളിലാണ്, മാളിൽ കമ്മീഷൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആരറിയാനാ? അതുമാത്രമല്ല, നിന്റെ ഭർത്താവിന് ഇപ്പോൾ ഫ്രീക്വൻ്റായിട്ട് നിന്നോട് താല്പര്യമുണ്ടോ? ഇല്ല ചേച്ചി. ചേച്ചിയുടെ കാര്യമോ? ഓ, എൻ്റെ കാര്യം പണ്ടേ കുരുവിക്കുഞ്ഞു പോലെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എടി 23 വയസ്സുള്ള പെണ്ണിന് ഇത്രയും ആർജവം ഉണ്ടെങ്കിൽ നമുക്കെന്താ 2 സ്റ്റെപ്പ് കൂടുതൽ മുന്നോട്ട് വെച്ചാൽ? ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ഒരു ഊർജ്ജം വന്നു. പക്ഷെ ചേച്ചി, നമ്മൾ 2 പേരും കൂടി ഒന്നിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ മോളെ ഒരു ക്രൈറ്റീരിയയും വെക്കാൻ പാടില്ലെന്ന് അവൾ പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ നീ ഒന്ന് ഓർക്കുക, നമ്മുടെ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏതെല്ലാം വിധത്തിൽ പെരുമാറുന്നു. അപ്പോൾ അതിനേക്കാൾ സൗന്ദര്യമുള്ള, അവരെക്കാൾ ധനികരായ ഏതൊരു പെണ്ണ് മോഹിക്കുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കെന്താടി അതിൽ കൂടുതൽ സ്റ്റെപ്പുകൾ ഇട്ടുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തലയാട്ടി. ചേച്ചി പറഞ്ഞത് കറക്റ്റാ. പക്ഷേ പോകുന്നതിന് മുമ്പ് നീന ഓർമ്മിപ്പിച്ചു, ചേച്ചിമാരെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ 2 പേരുടെയും കല്യാണം കഴിഞ്ഞതാണ്. ചെറുപ്പക്കാരികളായ സ്ത്രീകളെപ്പോലെ നിങ്ങൾ ഭയങ്കര അപ്സര സുന്ദരികളാണെന്നോ നിങ്ങൾക്ക് വാല്യൂ കൂടുതലാണെന്നോ ഒരിക്കലും വിചാരിക്കരുത്. കിട്ടുന്നത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഡീൽസ് ഒന്നുമില്ല, നിങ്ങൾക്ക് കിട്ടുന്നത് അവരുടെ സന്തോഷത്തിനൊരു ടോക്കണായിരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും ഒന്നും മിണ്ടിയില്ല. അവൾ മാറിയപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു, ഇവിടെ ഒരു ഇളക്കോ നെകളിപ്പൊക്കെ നോക്കിക്കൂടി, ഇവളെ ഞാൻ ഒരു ട്രോഫി കൊടുത്തു വിടുന്ന് പറഞ്ഞേക്കും, ഞാൻ വാങ്ങിക്കൂടി ഷീൽഡ് എന്ന് പറഞ്ഞു. ചേച്ചി ആകെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. കൂട്ടത്തിൽ ഞാനും പ്രൊമോട്ട് ചെയ്തു, എങ്കിലല്ലേ എനിക്കും ഗുണമുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഇത്തിരി ചമ്മലുണ്ടായിരുന്നു. കാര്യം കുറേ മാസങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരാണല്ലോ. എങ്കിലും അന്തർധാര സജീവമായിരുന്നില്ല. ഇവിടെ വച്ച് അന്തർധാരയുടെ കെട്ടുകൾ അഴിച്ച് ഒന്നായി ചേർന്ന് സജീവമാകണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് എന്തോ ഒരു മടിയുള്ളപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത്, മടിച്ചു നിൽക്കേണ്ട യാതൊരു കാര്യമില്ല, കടന്നു വരണം. ഞാൻ കുരുവിക്കുഞ്ഞിനെയും പ്രാവിൻ കുഞ്ഞിനെയൊക്കെ ഒരുമിച്ച് കൈകാര്യം ചെയ്ത് ഒരുമിച്ച് ആവാഹിച്ച് എടുക്കുന്നവളാണെന്നുള്ള രീതിയിൽ ചേച്ചി ഇറങ്ങിത്തിരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ചേച്ചി തുടങ്ങിവെച്ച ആട്ടം
എനിക്ക് അതിഭയങ്കരമായ പ്രോത്സാഹനമായി അനുഭവപ്പെട്ടു. 2 കഴുകന്മാരെ കൈകാര്യം ചെയ്യുന്ന ഞങ്ങൾക്ക് 2 പക്ഷികളെ കൈകാര്യം ചെയ്യാനാണോ പാട്? ഒരു പ്രശ്നവുമില്ല. ചേച്ചി എനിക്കൊരു വഴികാട്ടിയായിരുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ചേച്ചി എന്നേക്കാൾ തന്ത്രശാലിയാണ്. അടവുകൾ പലതും അറിയാം. എന്തായാലും 23കാരിയാണോ അതോ ചേച്ചിയാണോ ഇവിടെ വിജയിക്കുന്നത് എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടുള്ളൊരു കടമ്പയായിരുന്നില്ല. ഐറ്റംസ് കൂടുതലെടുക്കാൻ വേണ്ടി എന്നെ ചേച്ചി പ്രോത്സാഹിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കിക്കഴിയുമ്പോഴേക്കും ഈ 2 പക്ഷികളും പെട്ടെന്ന് പറത്തിവിടാവുന്ന പക്ഷികളായിരുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായില്ല. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, അന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് വളരെ ചെറിയ ഒരു അപ്രീസിയേഷൻ മാത്രമാണ്. പക്ഷേ ഞങ്ങൾക്ക് സാലറിയോളം പോകുന്ന ഒരു എമൗണ്ട് കിട്ടി. അത് വാങ്ങിച്ച് വിജയശ്രീലാളിതരായി ഞങ്ങൾ ഇറങ്ങുമ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഇടി അവളെ പിണക്കണ്ട, ഒരു കണക്കിന് നോക്കുമ്പോൾ അവൾ നമ്മുടെ ഗുരുനാഥയാണെന്ന് പറഞ്ഞു. ഞാനും അത് ശരിവെച്ചു. കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്കും അത്ഭുതമായി. നിങ്ങൾ 2 പേരും ഞാൻ വിചാരിച്ചതിനേക്കാൾ കാലിബറുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ വിശാലമായ ലോകത്തേക്ക് നിങ്ങളെ ഞാൻ ഒന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. അവളുടെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് പിന്നീട് ഇരിക്കപ്പുറതയില്ലായിരുന്നു മാഡം. വീട്ടിൽ നിന്ന് കള്ളത്തരങ്ങൾ പറഞ്ഞ് ഭർത്താക്കന്മാരോട് ജോലി കൂടുതലുണ്ടെന്ന് പറഞ്ഞ് അക്ഷീണം ഞങ്ങൾ കർമ്മനിരതരായി വർക്ക് ചെയ്തു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒത്തിരി സാമ്പത്തികമായ നേട്ടങ്ങൾ ഇപ്പോഴുണ്ട്. പക്ഷേ മാഡം, ഇതിനിടയ്ക്ക് ഒരു കോളേജ് പയ്യൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട് സുരക്ഷ പ്രാധാന്യമാണെന്ന്. പക്ഷേ അവൻ എന്താണെന്നറിയില്ല, വലിയ വീട്ടിലെ പയ്യനാണ്. അവൻ എന്നെ നിർബന്ധിച്ചു. ചേച്ചി പറഞ്ഞതാണ് റിസ്ക് വേണ്ടെന്ന്. പക്ഷേ അവന് നിർബന്ധം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയും ഞാനും ഒരുമിച്ചുള്ള ഒരു വേദിയിൽ വെച്ച് ഞാൻ അവൻ്റെ ആജ്ഞകൾ അതുപോലെ അനുസരിച്ചു. പക്ഷേ അത് തുടർച്ചയായി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് പ്രശ്നമുണ്ടായില്ല. എനിക്ക് ഇത്രയും നാളുമില്ലാത്ത സന്തോഷമാണോ സങ്കടവാർത്തയാണോ എന്നറിയില്ല, അതങ്ങ് സംഭവിച്ചു. വീട്ടിൽ ഇനിയിപ്പോൾ ഭർത്താവിൻ്റെ മുന്നിൽ സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്ന് അങ്ങ് പറഞ്ഞാൽ മതിയെന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. ഞാൻ അതേപോലെ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അമ്മായിയമ്മ ഇപ്പോൾ എന്നെ കാണാൻ വരികയും സന്തോഷത്തോടുകൂടി പെരുമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റെസ്റ്റിലാണ്. പിന്നെ ചേച്ചി ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്. ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെയുമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി ദുഃഖം തോന്നുന്നു. ഇതൊന്നും ഇപ്പോൾ സംഭവിക്കേണ്ടിയിരുന്നില്ല. ചേച്ചിയാണെങ്കിൽ ജോലിക്ക് പോവുകയും ആക്റ്റീവായി നിൽക്കുകയും ചെയ്യുന്നു. ഞാനാണെങ്കിൽ റെസ്റ്റിലുമാണ്. നഷ്ടബോധമാണ് എന്നെ വീർപ്പ് മുട്ടിക്കുന്നത്. ഒരു വശത്ത് സന്തോഷമാണെങ്കിലും മറുവശത്ത് ഭയങ്കര നിരാശ തോന്നുന്നു മാഡം. നിരാശ എൻ്റെ ഈ ഒരു അവസ്ഥയെ ബാധിക്കുമോ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുമോ എന്ന് ഞാൻ ഭയന്നു പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനാണ് പണ്ടുള്ളവർ കന്നിനെ കയം കാണിക്കരുത് എന്ന് പറയുക. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഭാവിയിൽ എന്തെങ്കിലും നടക്കട്ടെ അല്ലെങ്കിൽ നടക്കാതിരിക്കട്ടെ, തൽക്കാലം ഇപ്പോഴുള്ള കാര്യത്തെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റില്ലോ. അപ്പോൾ ഇനിയൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് പഴയ കഥകൾ ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നീട് നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാകുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് അപ്പോഴപ്പോൾ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം ആലോചിക്കുക, ചെയ്യുക. നടന്നു പോയ കാര്യങ്ങളെപ്പറ്റി ഓവറായി തിങ്ക് ചെയ്തിട്ട് പ്രയോജനമില്ല. പിന്നെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയുകയില്ല. അപ്പോഴും ഓവർ തിങ്ക് കൊണ്ടോ ഡിപ്രഷൻ കൊണ്ടോ യാതൊരു ഗുണവുമില്ല. ഇപ്പോഴുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോവുക, അത് മാത്രം ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. അല്ലാതെ ഇതിപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റിയൊരു സന്ദർഭവും അല്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല.